ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രത്തിന് ശ്രീനിവാസൻ സാറിനെ ഏൽപ്പിച്ച ജോലിക്ക് പോകാൻ പറ്റില്ല എന്ന് ശ്രീനിവാസൻ സാറിനെ വിളിച്ച് പറയുകയാണ്. വേദ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രീനിവാസൻ സാറിനോട് പറയുന്നുണ്ട്. ആ ഫോട്ടോ അമ്മനെ കാണിച്ചു കൊടുക്കുന്നതാണ് പറയുന്നതെന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ സാർ ചിരിക്കുകയാണെന്ന് പറയും. ആഹാ, അവൾ നിന്നെ നിയന്ത്രിക്കാനൊക്കെ തുടങ്ങിയാലോ, ആൾ കൊള്ളുമല്ലോ അവൾ. എന്തായാലും നീ ഇന്ന് അതിനിറങ്ങണ്ട. എന്തായാലും നാളെ വൈകുന്നേരം സമ്മേളനത്തിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ നീ ഒന്ന് ഓർത്തു വെച്ചോ എന്ന് പറഞ്ഞിട്ട് ശ്രീനിവാസൻ സാറ് ഫോൺ കട്ട് ചെയ്യാണ്. അതിനുശേഷം വിക്രം വീണ്ടും ജനലിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. വേദന നോക്കുകയാണ്. അപ്പോഴും വേദ അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ വിക്രത്തിന് പോകാൻ പറ്റില്ല എന്ന് വിക്രത്തിന് മനസ്സിലായി. വിക്രം വേഗം അവിടെ നിന്ന് വീണ്ടും പോകുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ എല്ലാവരും ഓരോരോ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ശ്രീച്ച മുട്ടടിക്കുന്നുണ്ട്. നന്ദിനിയാണെന്നുണ്ടെങ്കിൽ ഫോണും നോക്കിയിരിക്കുന്നുണ്ട്. വിശ്വൻ ചായ കുടിക്കുകയാണ്. ലോട്ടറി നോക്കുകയാണ് വിനായകൻ. അതിനവർ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ പെട്ടെന്ന് ഒരു കാറ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആരാണ് കാറിൽ? അച്ഛൻ പതിവില്ലാണ്ട് കാറിലൊക്കെയാണല്ലോ വരുന്നതെന്ന് വിനായകൻ ചോദിക്കുകയാണ്. അച്ഛനെ കണ്ട വഴിക്ക് വിശ്വൻ ചായയും ഒക്കെ ഉണ്ണിയപ്പൊക്കെ കഴിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ വയ്ക്കുകയാണ്. അതിന് ശേഷം നോക്കുമ്പോൾ അച്ഛമ്മ ഇറങ്ങുന്നു. ദൈവമേ, ഈ മാരണത്തിനും കെട്ടിയെടുത്തുകൊണ്ടാണ് അച്ഛൻ വന്നിരിക്കുന്നതെന്ന് വിനായകൻ പറയാണ്. നമ്മളെ വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ അച്ഛമ്മേനെ കാണുമ്പോൾ തന്നെ ഇഷ്ടാവേ. അപ്പോൾ അച്ഛമ്മ പറയാണ്, എടാ നീ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുന്നത്? നീ വേഗം പോയി എൻ്റെ പെട്ടി എടുക്കടാ, ആകെ 2 പെട്ടിയല്ലേ ഉള്ളൂ എന്ന് പറയാണ് അച്ഛനോട്. അപ്പം അച്ഛൻ പെട്ടി എടുക്കാൻ പോകുമ്പോൾ അച്ഛമ്മ ഈ കാറിൻ്റെ ഡ്രൈവറോടും പറയട്ടോ, ഒന്ന് പോയി സഹായിക്കടോ എന്ന് പറയും. ശരി എന്ന് പറഞ്ഞിട്ട് അയാളും കൂടെ പോകും. അതിനുശേഷം ഫോണിലേക്ക് നോക്കിയിട്ട് അമ്മിണീസ് കിച്ചൻ എന്നുള്ള യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ നോക്കിയിട്ട് പറയുകയാണേ, അതെ ഇന്ന് തുടങ്ങിയിട്ട് വേറൊരു കണ്ടൻറ്റാണ് കേട്ടോ ഞാൻ ഇടാൻ പോകുന്നത്. എൻ്റെ മകൻ്റെ വീട്ടിലെ കാര്യങ്ങളായിരിക്കും ഇനി അമ്മിണീസ് കിച്ചണിൽ വരുന്നത്. അതിൻ്റെ കൂടെ പാചകവും ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ഫോണിൽ നോക്കി പറയുകയാണേ. അച്ഛൻ ഈ സമയത്ത് കാർ ഡ്രൈവർക്ക് പൈസ കൊടുത്ത് പറഞ്ഞയച്ചു. അപ്പോഴേക്കും കമല ഓടി വരികയാണ്. ആ അമ്മയെന്ന് പറയട്ടെ, മോളെ കമലയെന്ന് പറഞ്ഞിട്ട് 2 പേരും കൂടെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്തായാലും എന്നെ കണ്ടിട്ട് കുറച്ച് നാളായില്ലേ, വാ നമുക്കൊരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സെൽഫി എടുക്കാൻ നിൽക്കുകയാണ്. അതെ, ഇത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അല്ല എടുക്കുന്നത്, സെൽഫി എടുക്കുന്നത്. ഇങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ചുണ്ടനെ കൂർപ്പിച്ച് കാണിക്കുകയാണ്. ഇതുപോലെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കണം. അപ്പോൾ കമല അതുപോലെ ഇങ്ങനെ നിന്നിട്ട് സെൽഫി എടുക്കുകയാണ്. അതിനുശേഷം അച്ഛമ്മ അകത്തേക്ക് വരുമ്പോൾ വിശ്വനെ നോക്കിയിട്ട്, ആഹാ വിശ്വ, നീ ഇവിടെ ഉണ്ടോ? നീ പഴയതുപോലെ ഇവിടെ ചൊറിയും കുത്തി ഇരിപ്പ് തന്നെയാണല്ലേ, ഒരു പണിക്കും പോകാതെ വെറുതെ ഇരുന്ന് തിന്നുന്ന നാണമില്ലാത്തവൻ എന്നിങ്ങനെ വിശ്വത്തിൻ്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ വിശ്വ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ശ്രീജിയാണെന്നുണ്ട് തല കുമ്പിട്ട് നിൽക്കുന്നുണ്ട്. എടാ വിനായക, നീയോ? അയ്യോ, എനിക്ക് നിന്ന് തിരിയാൻ നേരമില്ല അച്ഛമ്മനെ കണ്ടുകൊണ്ടാണ് ഞാനിവിടെ നിന്ന്, അല്ലെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ പോയേനെ. മോളെ ശ്രീജെ എന്ന് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീജനോട് വർത്താനം പറഞ്ഞിട്ടുണ്ട്. നന്ദിനി എന്നെ നോക്കിയിട്ട് പറയാം, നീ എന്താടി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്നൊക്കെ പറയും. എന്തായാലും പെണ്ണുങ്ങളെല്ലാവരും കൂടിയതല്ലേ, നമുക്കൊരു സെൽഫി എടുക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ കമല വേദന നോക്കിയിട്ട് വാ മോളെ എന്ന് വിളിക്കുമ്പോൾ വേദന ഇങ്ങനെ വേണ്ട എന്ന് പറയുന്നുണ്ടേ. അപ്പോൾ എന്താ കാര്യം, ആരാ സ്ത്രീ എന്ന് ചോദിക്കാൻ കേട്ടോ. വേറൊരു പെൺകുട്ടിയും കൂടി ഉണ്ടല്ലോ. അപ്പം അച്ഛമ്മ ഒന്നും അറിഞ്ഞില്ലേ? അതെ, വിക്രം അമ്പലത്തിൽ വെച്ച് താലി കെട്ടി കൊണ്ടുവന്ന പെൺകുട്ടിയാന്ന് പറയട്ടോ. അപ്പോഴേക്കും അത് പിന്നെ അമ്മേ വിക്രത്തിൻ്റെ സ്വഭാവം അറിയാലോ എന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വേണ്ട എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞിട്ട് വേദന വിളിക്കണം. അപ്പോൾ വേദന ഇങ്ങനെ വരികയാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് എന്തെന്നാ, വീട്ടിലെല്ലാ സ്ത്രീകളും സെൽഫി എടുക്കാൻ വരാൻ, എന്നിട്ട് നീ എന്താ അവിടെ മാറി നിൽക്കുന്നത്? വാ ഇവിടെ വന്ന് നിൽക്ക് എന്ന് പറയും. അങ്ങനെ വേദയും കൂടിയിട്ട് കമലാമ്മയുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് സെൽഫി എടുക്കുകയാണ്. സെൽഫി എടുത്തതിന് ശേഷം അച്ഛമ്മ നന്ദിനിയോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ മോറ് എന്താണ് ഇങ്ങനെ കയറ്റി പിടിച്ചിരിക്കുന്നത്, കടന്നലെങ്ങാനും കുത്തിയോ എന്ന് ചോദിക്കും. അതിന് ശേഷം അകത്തേക്ക് പോകാം. എടാ വിശ്വ, ആ പെട്ടിയൊക്കെ എടുത്ത് അകത്തേക്ക് വെക്കുകയെന്ന് പറയും കേട്ടോ. അപ്പോൾ വിശ്വ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ, എന്താ നിനക്ക് പറ്റൂലേ എന്ന് ചോദിക്കും. പറ്റും അച്ഛമ്മയെന്ന് പറയും. എന്നാൽ എടുത്തു കൊണ്ട് വായോ എന്ന് പറയും. അങ്ങനെ എല്ലാവരും അകത്തേക്ക് പോകുമ്പോൾ വിനായകനോട് നന്ദിനി പറയുകയാണ്, ഈ വരവിൽ എന്തോ ഒരു പന്തികേട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വിനായകൻ പറയും, എന്ത് പന്തികേട് എന്ന് പറയും. അല്ല, ഈ വരവേ വെറുതെ ഒന്നും വന്നതായിരിക്കില്ല, വിക്രമിൻ്റെ കല്യാണം കഴിഞ്ഞത് അറിഞ്ഞിട്ട് വന്നതായിരിക്കും. അപ്പോൾ അതെന്തായാലും അച്ഛൻ പറയാൻ വഴിയില്ല. അച്ഛന് എന്തായാലും ഇനിയിപ്പോൾ വേദന മുന്നിൽ ദേഷ്യം ഒന്നും പ്രകടിപ്പിക്കാൻ പറ്റില്ല. അച്ഛമ്മൻ്റെ മുന്നിൽ അച്ഛനെ പൂച്ചയാ എന്ന് പറയും. അതിനുശേഷം പിന്നീട് അച്ഛമ്മയുടെ അടുത്തേക്ക് വേദ ഇങ്ങനെ ചെല്ലുകയാണ്. എനിക്ക് അച്ഛമ്മയോട് ഒരു സത്യം പറയാനുണ്ട്. എന്ത് സത്യം? നീ എന്തെങ്കിലും ഒരു കുശുമ്പ് പറയാനായിരിക്കും വന്നത്. സത്യമായിട്ടൊരു സത്യം പറയാനും. ഞാൻ വേണമെങ്കിൽ അച്ഛമ്മയുടെ തലയെ തൊട്ട് സത്യം ചെയ്യാം. വേണ്ട എന്നിട്ട് എൻ്റെ തല പൊട്ടിത്തെറിക്കാനും. ഞാനിപ്പോൾ എന്തായാലും കുളിക്കാൻ പോകണം, നിൻ്റെ സത്യമൊന്നും ഇപ്പം എനിക്ക് കേൾക്കണ്ടെന്ന് പറയട്ടോ. അതിന് കുളിക്കാൻ വരുമ്പോഴത്തേന് കമല കാപ്പി എടുക്കുമ്പോൾ പറയും, ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ, രാവിലെ അവിടെ നിന്ന് പോകുന്നതല്ലേ, അപ്പോഴേക്കും കാപ്പി തണുക്കൂലേ, നീ ഇട്ട കാപ്പിയല്ലേ, അത് തണുത്താലും നല്ല രസം ഉണ്ടാവും കുടിക്കാനായിട്ടെന്ന് പറയും.
കമല് ദേ ഈ നന്ദിനി എന്തോ സത്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ പിന്നെ കൂടെ കുറേ നേരമായി നടക്കുന്നു എന്ന് പറയുമ്പോൾ കമല പറയും എന്താ നന്ദിനി എനിക്ക് സത്യം പറയാനുള്ളത് എന്ന് ചോദിക്കും. പറയും നന്ദിനി എന്ന് ചോദിക്കട്ടെ. എനിക്കങ്ങനെയൊന്നുമില്ല, ഞാൻ ഈ ഫോട്ടോ എടുത്തപ്പോൾ ദേഷ്യം പോലെ നിന്നില്ലേ, അതങ്ങനെ മനസ്സിലൊന്നും വിചാരിച്ചിട്ടല്ല എന്ന് പറഞ്ഞത്. ആണോ, അത് പറയാനാണോ? പാവം കുട്ടി എന്നമ്മ അച്ഛമ്മ പറയുകയാണേ. അതിനുശേഷം ഇവിടെ തറവാട്ടിലെ പുതിയ ആളെവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും വേദം ഇങ്ങനെ വാതിലിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. വാ ഇങ്ങോട്ട് വാ, അച്ഛമ്മയുടെ അടുത്തേക്ക് വാ എന്ന് പറയുകയാണേ. വേഗം തന്നെ അച്ഛമ്മയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയും, നീ തറവാട്ടിലെ പുതിയ മരുമകളല്ലേ, ഞാൻ കുളിച്ച് വരുമ്പോഴേക്കും എനിക്ക് വിശപ്പിൻ്റെ കുറച്ച് ഭക്ഷണം വേണം, അത് ദോശയും സാമ്പാറും ആയിക്കോട്ടെ എന്ന് പറയുകയാണേ. അപ്പോൾ നന്ദിനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നന്ദിനിക്ക് അറിയാം വേദയ്ക്ക് പാചകമൊന്നും അറിയില്ല. അപ്പോൾ നന്ദിനി പറഞ്ഞു, അച്ഛമ്മേ ഇവളുണ്ടാക്കുന്ന പാചകമൊക്കെ അടിപൊളിയാ, ഒരു പുലാവ് ഉണ്ടാക്കിയതിൻ്റെ കാര്യം പറയാനേ ഇല്ല. ആണോ, എങ്കിൽ ഇത് വേഗം തന്നെ ദോശയും സാമ്പാറും ഉണ്ടാക്കി വെക്കുകയെന്ന് പറയും കേട്ടോ. അച്ഛമ്മ പോയതിന് ശേഷം കമല പറയും, വാ മോളെ, മോൾക്ക് പറയുന്നില്ല അറിയില്ല എന്ന്. അത് സാരില്ല അമ്മ, ഞാൻ ഉണ്ടാക്കാമെന്ന് പറയും കേട്ടോ. വാ ഞാൻ കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ അപ്പോൾ നന്ദിനി പറയും, അതെ ഇവളോടാണ് അച്ഛമ്മ ഉണ്ടാക്കാൻ പറഞ്ഞത്, അല്ലാണ്ട് അമ്മനോടല്ല. അതെ കുറച്ച് പറഞ്ഞു കൊടുത്തൊന്നും വിചാരിച്ചിട്ട് ഒരു കുഴപ്പമോ സംഭവിക്കാം. അപ്പോൾ വേണ്ട അമ്മേ ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറയട്ടോ. മോൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കുമോ? ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറയട്ടോ. അങ്ങനെ എന്നാൽ ശരി, ഈ കാപ്പി കൊണ്ടുപോയി മൂടി വയ്ക്കും നന്ദിനി എന്ന് പറഞ്ഞിട്ട് കാപ്പി എടുത്തിട്ട് നന്ദിനിയെ കൊടുക്കുകയാണേ. അങ്ങനെ ആ കമലമ്മ അവിടെ നിന്ന് പോകും. അതിനുശേഷം നന്ദിനി വേദന നോക്കിയിട്ട് പറയും, വേഗം തന്നെ പോയി സാമ്പാർ ഉണ്ടാക്കുമെന്ന് പറയും കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കിക്കോളാം, എനിക്കറിയാം സാമ്പാർ ഉണ്ടാക്കാൻ. പിന്നെ ആ ഉണ്ടാക്കിയ സാമ്പാറിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യോടെയും ചോദിക്കും. അതെ, ആ സാമ്പാർ എടുത്ത് തലയിൽ കൂടെ ഒഴിക്കും ഞാൻ എന്ന് പറയും കേട്ടോ. അപ്പോൾ നന്ദിനി ഒന്ന് പേടിക്കും. അതിനുശേഷം പിന്നീട് അച്ഛമ്മ കുളിച്ച് വരുമ്പോൾ, നീ എവിടെ എന്നെ കൊണ്ടുവന്നാക്കിയിട്ട് പറമ്പിലേക്കാണോ പോയതെന്ന് ചോദിക്കും. പറമ്പിൽ 2-3 ദിവസമായില്ലേ അമ്മ പോയിട്ട്, ഒരു 3 മൂട് കപ്പ നട്ടത് ഇതേ പെരിച്ചായൊക്കെ കൊണ്ടുപോയി. നിനക്ക് അകത്തും പെരിച്ചായി പുറത്തും പെരിച്ചായില്ലേ, നീ പുറത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങൾ തിന്ന് തീർക്കാൻ പുറത്ത് പെരിച്ചായികൾ, ആ സാധനങ്ങൾ അകത്തി കൊണ്ടുവരുമ്പോൾ തിന്ന് തീർക്കാൻ വേറെ പെരിച്ചായികൾ എന്ന് പറയും കേട്ടോ. അപ്പോൾ വിശ്വൻ അവിടെ എന്തോ കഴിക്കുന്നുണ്ടേ. വിശ്വനെ നോക്കിയിട്ടാണ് അച്ഛമ്മ പറയുന്നത്, മോളെ ശ്രീജെ, ഇനി വീട്ടിലെ പണികൾ ആണുങ്ങളെ കൂടെ ചെയ്യിക്കണം. പുറത്ത് പണിക്ക് പോകാത്തിരിക്കുന്ന ആണുങ്ങളെ കൊണ്ട് വീട്ടിലെ പണി ചെയ്യിപ്പിക്കണം. നാളെ മുതൽ പറമ്പ് നനയ്ക്കാനായിട്ട് വിശ്വനെ പറഞ്ഞയക്കണം, അത് നിൻ്റെ ജോലിയാണ്. അപ്പം അച്ഛൻ പറയും, എന്തിനാ അമ്മ ആ ജോലി കൂടെ വിശ്വനെ ഏൽപ്പിച്ചിട്ട്, അതും കൂടി ഈ പാവം പെണ്ണിനെ കൊണ്ട് അവൻ ചെയ്യിപ്പിക്കും എന്ന് പറയുകയാണേ. അവൻ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അവൻ്റെ ബ്രഷും പേസ്റ്റും മേടിക്കാനുള്ള വകയെങ്കിലും കണ്ടെത്തിയാൽ മതിയായിരുന്നു, അതുപോലും ചെയ്യൂല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അച്ഛമ്മ വന്നിട്ട് വിഷയൻ്റെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ നിൻ്റെ അച്ഛൻ ഇതുപോലെ ചീത്തൊക്കെ പറഞ്ഞു പോകുള്ളൂ, പക്ഷേ അച്ഛമ്മ ചെയ്യുന്നത് ഇതൊന്നുമല്ല, അച്ഛമ്മയുടെ രീതി വേറെയാണ്. നിന്നെ ഞാനങ്ങ് വൈറലാക്കും. വൈറലോ? അമ്മണി കിച്ചണിലെ നിൻ്റെ ഒരു ദിവസത്തെ ആക്ടിവിറ്റീസ് ഞാൻ ഇടും, രാവിലെ മുതൽ വൈകുന്നേരം വരെ തിന്നിരിക്കല്ലേ, ആ ആക്ടിവിറ്റീസ് ഇടുമ്പോൾ നീ അങ്ങ് വൈറലാവും എന്ന് പറയട്ടോ. അച്ഛമ്മേ എന്ന് പറയട്ടോ. അത് ഞാൻ ചെയ്യും. അങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിലേ ഞാൻ പറഞ്ഞ കാര്യം നീ അനുസരിക്കണം. നാളെ തുടങ്ങി നീ പറമ്പ് മുഴുവൻ നനയ്ക്കണം, അത് നിൻ്റെ ജോലിയാണ് എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് വിക്രം അവിടേക്ക് വരികയാണേ. വിക്രം വരുന്നുണ്ട്. ആ സമയത്ത് അച്ഛമ്മ ശ്രീജനോട് പറയുന്നുണ്ട്, മോളെ ശ്രീജെ, ഞാൻ പറഞ്ഞത് മോള് കേട്ടില്ലേ, ഇവനെ കൊണ്ട് പറമ്പ് നനപ്പിക്കണം, ഇവൻ നനയ്ക്കട്ടെ പറമ്പ് എന്ന് പറയും. അപ്പോഴേക്കും വിക്രം വരാൻ കേട്ടോ. വിക്രം വരുമ്പോഴേക്കും അച്ഛമ്മനെ കാണുകയാണ്. അച്ഛമ്മേ എന്ന് വിളിക്കുകയാണ് കേട്ടോ. വിക്രം ചിരിച്ചുകൊണ്ട് വേഗം തന്നെ ഹെൽമെറ്റൊക്കെ ഊരി അച്ഛമ്മനെ അങ്ങോട്ട് എടുത്ത് പൊക്കി കറക്കാണ് കേട്ടോ. അച്ഛമ്മ എന്നൊരു മുന്നറിയിപ്പില്ലാതെ വന്നത്, എപ്പോൾ വന്ന അച്ഛമ്മ എന്നൊക്കെ പറയും. എടാ, ഞാൻ കുറച്ച് നേരമായി വന്നിട്ട്, നീ ഇവിടെ ഒപ്പിച്ച് വെച്ചിട്ടുള്ള വികൃതി തരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയും. അപ്പോൾ അതിന് ശേഷം അച്ഛമ്മ വിക്രത്തിൻ്റെ ചെവിക്ക് പിടിക്കുകയാണ്. മേശ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ, അവർ തമ്മിൽ സംസാരിക്കുന്നത്. വിക്രത്തിൻ്റെ ചെവി പിടിച്ച് തിരിച്ചിട്ട് പറയും, നിൻ്റെ വികൃതി തരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, നീ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ച് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ചെവി അങ്ങോട്ട് പിടിച്ച് അങ്ങോട്ട് തിരുമ്മാൻ തുടങ്ങി. തിരുമ്മി വാ, നിന്നെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൊണ്ടുപോകാണ്. അപ്പോൾ ശ്രീജ ഇത് കണ്ട് ചിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ വിശ്വം ശ്രീജനെ നോക്കിയിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീജ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. വിശ്വൻ ആകെ അങ്കലാപ്പിൽ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.